തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു ഇളം തെന്നലെ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാനമേ ഇതു മുൻപ് നാം പ്രണയാദ്രമാ പറയാൻ മറന്ന കഥയോ. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. ഇത് ഹോസ്റ്റലിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇത്ര നാൾ വീഡിയോ എടുത്ത റീസണൊക്കെ വേണ്ടി പറയാം ഒക്കെ പോട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരമായി, ഇപ്പോൾ ഇത്രയും സമയം 3 മണിയായി. അപ്പോൾ നമ്മളിപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് ഹോസ്റ്റലിൽ കഴിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് ഒന്നുമില്ല, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ വിചാരിച്ച് പോകണതാണ്. ഇവിടെ അടുത്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ റൂമൊക്കെ പൂട്ടി സീൽ ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പോകുന്നത്, നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. പക്ഷെ എന്തിനാ ഇത്ര പത്രാസ്? കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ 4 ആൾ കാണുമല്ലോ. അപ്പോൾ ആ 4 ആൾ കാണുന്ന 4 ആൾ നമ്മളെ വൃത്തിക്ക് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട, ബാക്ക്ഗ്രൗണ്ട് നല്ല വൃത്തികേടായിട്ടുണ്ട് അറിയാം. എന്നാലും കണ്ണാടി കാണുമ്പോൾ ഫോട്ടോ എടുക്കണം, അത് മസ്റ്റാണ്. അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടപ്പോൾ കുറച്ച് ഭംഗിയുണ്ടായി. പിന്നെ ഹോസ്റ്റലിലെ റൂൾ അനുസരിച്ച് നമ്മൾ ഇവിടുത്തെ റെക്കോർഡ്സെല്ലാം എഴുതി വെച്ചിട്ട് നമുക്ക് പുറത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ റെക്കോർഡെല്ലാം എഴുതി. അപ്പോൾ ഇവിടെ കുറേ ഗപ്പ ഇരിക്കണം കണ്ടു. അപ്പോൾ ഗപ്പിനെല്ലാം നോക്കിയിട്ട് 3 എണ്ണം ആദ്യമേ ചാടി ഓടി. കാരണം ഒപ്പിടുന്ന കാര്യമൊക്കെ അവർ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വിളിച്ച് വരുത്തി 3 എണ്ണത്തെയും കൊണ്ട് ഒപ്പിടിപ്പിച്ച് അങ്ങനെ 6 പേര് ഒപ്പിട്ട് നേരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുവഴി നടന്നു പോകുമ്പോഴാണ് നമ്മൾ ഓർത്തത് എന്തിന് ഇതുവഴി വന്നു, കാരണം പോകേണ്ട വഴി വേറെയാണ്. പിന്നെ പുറത്തിറങ്ങി നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ലോഞ്ചിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ നിന്ന് ഇതിന് മുന്നേ 1-2 വട്ടം കഴിച്ചപ്പം ബിരിയാണിയൊക്കെ കൊള്ളാം, ചിക്കൻ നൂഡിൽസും കൊള്ളാം. അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇത്ര നാൾ വീഡിയോ ഇടാതിരുന്നത്, വീഡിയോ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വീഡിയോസ് ഇട്ടേ പറ്റത്തുള്ളൂ എന്നെനിക്കറിയാം. ഞാൻ അതിനുവേണ്ടി കുറേ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലായിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നു, എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും അതുപോലെ എടുക്കാനും ഭയങ്കര പാടാണ്. ഫോൺ അലൗഡ് ആക്കി തരത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. പക്ഷേ എനിക്ക് ചാനൽ ഡിലീറ്റ് ആക്കാൻ നല്ല രീതിക്ക് മടിയാണ്. കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാനൽ ഇത്രയും ഒന്ന് എത്തിച്ചത്. പറയുമ്പോൾ നിങ്ങളോർക്കും ഏതാണ്ട് ഒത്തിരി ഞാൻ എത്തിച്ചിട്ടാണ് ഈ പറയുന്നത്. ഒരു 1K പോലും ആയിട്ടില്ല. പക്ഷേ ഈ 700-800 സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം ഒരു 100 എത്തിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്ക് നന്നായിട്ടറിയാം. ഇത് വെറുതെ അല്ല കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് തുടങ്ങിയ ചാനലായതുകൊണ്ട് മാത്രമാണ് ഞാനിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഞാനെൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഒരുമിച്ചാണ് ചാനൽ തുടങ്ങിയത്. എല്ലാവരും ഉപേക്ഷിച്ച് പോയിട്ടും ഞാനിതിൽ തന്നെ നിൽക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ പിന്നെ ലോങ് വീഡിയോസ് ഇടാൻ എനിക്ക് പാടാണ്. ഞാൻ പറഞ്ഞല്ലോ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വെറുപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഷോർട്സൊക്കെ ഇടയ്ക്ക് ആണ്ടിലും സംക്രാന്തിയിലൊക്കെ ഓരോന്ന് വെച്ചൊക്കെ അപ്ലോഡ് ആക്കണത്. എന്നാലും കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പ്രശ്നം, എന്താ പറ. പക്ഷെ ഈ വീഡിയോക്ക് നീ സുന്ദരിയായിട്ടുണ്ട്, സീരിയസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് 6 മണിക്ക് ഹോസ്റ്റലിലേക്ക് കയറണം. 5 മണി 5:30 ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പോണ വഴി തിന്ന ബിരിയാണി പോരാഞ്ഞിട്ട് വീണ്ടും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ കയറി. ഞാൻ മേടിച്ചില്ല, ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ സ്ഥിരം ഐസ്ക്രീം മേടിക്കുന്ന കടയാണ്. ഇവിടെ വിലക്കുറവാണ് ഐസ്ക്രീമിനൊക്കെ. 18 രൂപയ്ക്കൊക്കെ നല്ല ഐസ്ക്രീം കിട്ടും. അതുകൊണ്ട് ഇവർ 2 ആളും ചോക്കോബാറാണ് എടുത്തത്. പിന്നെ അതിൽ നിന്ന് ഓരോ ബൈറ്റ് എനിക്കും കടിക്കാൻ കിട്ടി. അതുകൊണ്ട് പിന്നെ ലാഭം എനിക്കായി. അങ്ങനെ നമ്മൾ ഈ വീഡിയോസ് എല്ലാം എടുത്ത് അവസാനം നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് കയറി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി സ്കിൻ കെയറൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഫുൾ റെസ്റ്റാണ്. കാരണം ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.